ചീനിക്കുഴി കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഹമീദിന് വധശിക്ഷ, മരണം വരെ തൂക്കിലേറ്റാൻ വിധി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നു. ജോസിൽ, കുഞ്ഞുങ്ങളെ അടക്കം തീയിട്ട് കൊന്ന കേസിലെ പ്രതി നരാധമന് വധശിക്ഷ, കോടതി വിധി എന്തൊക്കെ? വിധിയുടെ വിശദാംശങ്ങൾ. അജിംഷാദ്, വളരെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതിക്ക് തൂക്കുകയർ എന്നുള്ള വിധിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രതിയെ മരണം വരെ തൂക്കിക്കൊല്ലാനാണ് ഇപ്പോൾ ജില്ലാ അഡീഷണൽ കോടതിയുടെ ജഡ്ജിയായിട്ടുള്ള ആഷ് കെ ബാൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 2022 മാർച്ച് 19 നാടിനെ നടുക്കിയ ഈ കൂട്ടക്കൊല ഉണ്ടായത്. ഈ പിതാവ് ആലിയക്കുന്നേൽ ഹമീദ് എന്ന് പറയുന്ന പിതാവ് സ്വന്തം മകനെയും മരുമകളെയും 2 കൊച്ചുകുട്ടികളെയും, കൊച്ചുമക്കൾ, അവരെ അതിദാരുണമായി തീ കൊളുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. അതിക്രൂരമായി നടത്തിയ കൊലപാതകം. ആ കൊലപാതകത്തിന് വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ആ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ആലിയക്കുന്നേൽ ഹമീദിന്റെ മകനായിട്ടുള്ള ഷിബു എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ മെഹറിൻ, അസ്ന എന്നിവർ, അവർക്ക് 16ഉം 13ഉം വയസ്സ് മാത്രമുള്ള സ്വന്തം കൊച്ചുമക്കളെ അടക്കമാണ് ഈ നരാധമൻ കൂട്ടക്കൊല നടത്തിയത്. പെട്രോൾ നിറച്ച കുപ്പി ആദ്യം ഇവർ കിടക്കുന്ന മുറിയുടെ വാതിൽ പൂട്ടിയിട്ടതിന് ശേഷം ജനലിൽ കൂടി പെട്രോൾ നിറച്ച കുപ്പിയാണ് വലിച്ചെറിഞ്ഞത്. അത് തീ കൊളുത്തി വലിച്ചെറിയുന്നു. അങ്ങനെ വെന്തു പിടയുമ്പോൾ അവരുടെ നിലവിളി അവസാനം വരെ ഉറപ്പിക്കുന്നതിന് വേണ്ടി അവസാനവും തുരുതുരെ ഈ കുപ്പി അകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ വീടിന്റെ ഒരു കാരണവശാലും ബാത്റൂമിൽ കയറി വെള്ളം പോലും കുടിക്കരുത് എന്നുള്ള ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി വാട്ടർ ടാങ്കിലെ വെള്ളം പൂർണ്ണമായും ഇയാൾ പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞ് അത് കാലിയാക്കിയിരുന്നു. അതുമാത്രമല്ല, അയൽപക്കത്തെ വീട്ടിലെയും ടാങ്കിലെ വെള്ളം ഇയാൾ ഒഴിവാക്കിയിരുന്നു. കാരണം ഒരു രീതിയിലും ഇവർ രക്ഷപ്പെടരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ക്രൂരമായി പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമാണ്. ആ കൊലപാതകത്തിനാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ശക്തമായ വിധിയുണ്ടായിരിക്കുന്നത്. മരണം വരെ തൂക്കിലിടാനാണ് വിധിയുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ടും പിഴയായിട്ടും ഈടാക്കണം എന്നുള്ളതും വിധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചില കുറ്റകൃത്യങ്ങൾ അടക്കം 10 വർഷം തടവും കൂടി വിധിച്ചിട്ടുണ്ട്. അങ്ങനെ വധശിക്ഷ, 10 വർഷം തടവ്, ഒപ്പം തന്നെ ഈ 5 ലക്ഷം രൂപ പിഴ, ഇങ്ങനെയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. തൂക്കുകയറാണ്, മരണം വരെ തൂക്കിലിടാനുള്ള വധശിക്ഷ ഏറ്റവും ഉയർന്ന വിധിയാണ് ഈ കാര്യത്തിൽ കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്.